ഗംഗാ നദി. നമുക്കറിയാം ഗംഗാ നദി ഇന്ത്യയുടെ ദേശീയ നദിയാണ്. ദേശീയ നദിയാണ്, ഏറ്റവും വലിയ നദിയാണ്, ഏറ്റവും വലിയ നദീവ്യൂഹമാണ്. അപ്പൊ ഗംഗ ഉത്ഭവിക്കുന്നത് എവിടുന്നാണ്? ഗംഗോത്രിയിൽ നിന്നാണ്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലുള്ള ഗോമുഖിനടുത്തുള്ള ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. അപ്പൊ എവിടെയാണ്? ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഉത്തരകാശി ജില്ലയാണ്. ഗോമുഖിനടുത്തുള്ള ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത്. അപ്പൊ നീളം എത്രയാണ്? 2525 കിലോമീറ്റർ നീളമാണ് ഗംഗയ്ക്കുള്ളത്. PSC ഉത്തരപ്രകാരം 25 2525 കിലോമീറ്റർ ആണ് ഗംഗ സഞ്ചരിക്കുന്നത്. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടമാണ് ഗംഗാ നദീതടം എന്ന് പറയുന്നത്. പിന്നെ ഇത് തുടക്കത്തില് പല പേരുകളിലാണ്. ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നതെങ്കിലും ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ പ്രദേശം മുതൽ ഗംഗയായിട്ടല്ല ഗംഗാ നദി ഒഴുകുന്നത്. അതിനു മുമ്പ് പല നദികൾ കൂടി ചേർന്ന് അതിനുശേഷമാണ് ഗംഗാ നദിയായിട്ട് മാറുന്നത്. അപ്പൊ നോക്കാം. ആദ്യത്തേത് നോക്കിക്കേ, ധൗളി ഗംഗ. ഇവിടുന്നാണ് അളകനന്ദ ദേ ഇവിടുന്ന് ഇങ്ങനെ അങ്ങ് ഉത്ഭവിക്കുകയാണ്. അളകനന്ദ. ഏറ്റവും ആദ്യം പറയേണ്ടത് അളകനന്ദയുടെ കാര്യമാണ്. മറ്റ് 5 നദികള് അളകനന്ദയായിട്ട് ചേർന്ന് പ്രയാഗ് എന്ന് പറയും. അത് സംഗമിക്കുന്ന സ്ഥലത്തിനെ പ്രയാഗ് എന്ന് പറയും. ഓരോ പ്രയാഗായിട്ട് സംഗമിച്ച് അതിനുശേഷമാണ് ഗംഗയായിട്ട് മാറുന്നത്. അപ്പൊ ആദ്യമേ അളകനന്ദ ഇവിടുന്ന് ഉത്ഭവിക്കുന്നു. ഈ ഭാഗത്തുനിന്ന്, ഉത്തരാഖണ്ഡിന്റെ ഈ ഭാഗത്തുനിന്ന് അളകനന്ദ ഉത്ഭവിച്ച് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ അങ്ങ് ഒഴുകി വരുവാണ്. ഇവിടെ ഈ അളകനന്ദയും ഭഗീരഥിയായിട്ട് സംഗമിക്കുന്ന സ്ഥലമാണ് ഈ ഭാഗം. ഇത് ദേവപ്രയാഗ് എന്നറിയപ്പെടുന്നു. ഇതാണ് ഭഗീരഥി. അപ്പൊ ഗംഗോത്രിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് ഗംഗോത്രി എന്ന് പറയുന്ന സ്ഥലം. ഭഗീരഥി ഉത്ഭവിക്കുന്നു, അല്ലെങ്കിൽ ഗംഗയുടെ ഉത്ഭവ സ്ഥാനമായിട്ട് പറയുന്നത് ഇവിടുന്നാണ്. അപ്പൊ ഇതാണ് ഗംഗോത്രി ഹിമാനി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് അപ്പൊ ആ സമയത്ത് ഭഗീരഥി എന്നാണ് അറിയപ്പെടുന്നത്. ഭഗീരഥി ഇങ്ങനെ ഉത്ഭവിച്ച് വന്ന് ഇവിടെ ഈ ദേവപ്രയാഗിൽ വെച്ച് അളകനന്ദയുമായിട്ട് ചേരുന്നു. അതിനുശേഷം ഇതിങ്ങനെ ഗംഗ എന്നുള്ള പേരിൽ ഇവിടുന്ന് അങ്ങ് ഒഴുകുകയാണ് ചെയ്യുന്നത്. പിന്നെ നോക്കിക്കേ, ഇത് കേദാർനാഥിൽ നിന്നാണ് മന്ദാകിനി ഉത്ഭവിക്കുന്നത്. കേദാർനാഥിൽ നിന്ന് മന്ദാകിനി ഉത്ഭവിക്കുന്നു. അത് അളകനന്ദയായിട്ട് ഇവിടെ വന്നു ചേരുന്ന സ്ഥലമാണ് രുദ്രപ്രയാഗ്. മന്ദാകിനി അളകനന്ദയുമായിട്ട് ചേരുന്ന സ്ഥലം രുദ്രപ്രയാഗ് എന്നറിയപ്പെടുന്നു. പിന്നെ നോക്കിക്കേ, പിണ്ടാറ് ദേ ഇവിടുന്നാണ് ഉത്ഭവിക്കുന്നത്. പിണ്ടാർ ഇവിടുന്ന് ഉത്ഭവിച്ച് ഇവിടെ വന്ന് അളകനന്ദയായിട്ട് ചേരുന്നു. കർണപ്രയാഗ് എന്നറിയപ്പെടുന്നു. പിണ്ടാറ് പാണ്ഡവരെന്ന് ഓർത്താൽ മതി. പാണ്ഡവരിലെ ആദ്യത്തെ പുത്രനാണല്ലോ കർണൻ. അപ്പൊ കർണപ്രയാഗ്, കർണപ്രയാഗ്. പിണ്ടാറും അളകനന്ദയായിട്ട് ചേരുന്ന സ്ഥലം കർണപ്രയാഗാണ്. പിന്നെ ഉള്ളത് നന്ദാകിനി ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഉത്ഭവിച്ച അളകനന്ദയായിട്ട് ഇവിടെ വെച്ച് ചേരുന്നു. അത് നന്ദപ്രയാഗ് എന്നറിയപ്പെടുന്നു. നന്ദാകിനി, നന്ദപ്രയാഗ്. പിന്നെ ധൗളി ഗംഗ. ഇതാണ് ധൗളി ഗംഗ. ഇവിടുന്നാണ് നന്ദാദേവി നാഷണൽ പാർക്കിൽ നിന്നാണ് ധൗളി ഗംഗ ഉത്ഭവിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ഉത്ഭവിച്ച് അളകനന്ദയായിട്ട് ഇവിടെ വെച്ച് ചേരുന്നു. അത് വിഷ്ണുപ്രയാഗ് എന്നറിയപ്പെടുന്നു. അപ്പൊ ധൗളി ഗംഗ നന്ദാദേവി നാഷണൽ പാർക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അത് അളകനന്ദയായിട്ട് വിഷ്ണുപ്രയാഗിൽ വെച്ചാണ് ചേരുന്നത്. അതിനുശേഷം ഇവയെല്ലാം ഒഴുകിച്ചേർന്ന് ഗംഗയായിട്ട് ഇവിടെ വെച്ച് ഒഴുകുന്നു. ഇങ്ങനെയാണ് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഗംഗയുടെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. അളകനന്ദ നദി ഉത്ഭവം ഇവിടെ ഗംഗോത്രിയിൽ നിന്നാണ്.
അളകനന്ദ ഉത്ഭവിക്കുന്നത് ഇവിടുന്നാണ്. ഇവിടെ ഈ ഭാഗത്തു നിന്നാണ് അളകനന്ദ ഉപയോഗിക്കുന്നത്. അത് സാതോപാന്ത് ഹിമാനിയാണ്. സാതോപാന്ത് ഹിമാനി എന്ന് പറയും. അളകനന്ദ ഉത്ഭവിക്കുന്നത് ഇവിടെ നിന്നാണ്. സാതോപാന്ത് ഹിമാനി. സാതോപാന്ത്. സാതോപാന്ത് മലയാളത്തിൽ എഴുതുമായിരുന്നല്ലോ. സാതോപാന്ത് ഹിമാനിയിൽ നിന്നാണ് അളകനന്ദ ഉത്ഭവിക്കുന്നത്. ഗംഗയുടെ ഉത്ഭവസ്ഥാനം ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ പ്രസിദ്ധമായ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ്. ഉത്തരാഖണ്ഡിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഗംഗയുടെ ഉത്ഭവസ്ഥാനം? ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമപാടത്തിലെ പ്രസിദ്ധമായ ഗായ്മുഖ് ഗുഹയിൽ നിന്നാണ്. ഉത്തരാഖണ്ഡാണ് സംസ്ഥാനം. ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്നും ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേരെന്താണ്? ഭഗീരഥി എന്നാണ്. ഭഗീരഥി. അപ്പൊ ഉത്തരാഖണ്ഡിലെ ഗംഗോത്രിയിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്ന് ഉത്ഭവിക്കുമ്പോൾ ഗംഗയുടെ പേരെന്താണ്? ഭഗീരഥി എന്നാണ്. ഗംഗോത്രി ഹിമാനി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ഉത്തരകാശിയാണ്. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി. ഗംഗോത്രി ഹിമാനി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഉത്തരകാശിയാണ്. അത് ഏത് സംസ്ഥാനമാണ്? ഉത്തരാഖണ്ഡിലാണ്. ഭഗീരഥിയും അളകനന്ദയും സംഗമിച്ച ശേഷം എവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകുന്നത്? ദേവപ്രയാഗ്. നമ്മൾ പറഞ്ഞു ഭഗീരഥിയും അളകനന്ദയും സംഗമിക്കുന്ന സ്ഥലം ഏതാണ്? ദേവപ്രയാഗാണ്. അവിടെ നിന്നാണ് ഗംഗ എന്ന പേരിൽ ഒഴുകി തുടങ്ങുന്നത്. അളകനന്ദ ഉത്ഭവിക്കുന്നത് സാതോപാന്ത് ഹിമാനിയിൽ നിന്നാണ്. ഉത്തരാഖണ്ഡ്. അളകനന്ദ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? സാതോപാന്ത് ഹിമാനിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഗംഗയുടെ ഉൽപ്പത്തി പ്രവാഹങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന 5 നദികളാണ് ഏതൊക്കെ? ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാറ് എന്നിവ. അപ്പൊ ഏതൊക്കെയാണ്? ഭഗീരഥി, അളകനന്ദ, മന്ദാകിനി, ധൗളിഗംഗ, പിണ്ടാറ് എന്നിവ. അതാണ് 5 നദികൾ. പിന്നെ അത് ചേരുന്ന സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു. അളകനന്ദയും ഭഗീരഥിയും ചേരുന്നത് ദേവപ്രയാഗാണ്. അളകനന്ദയും നന്ദാകിനിയും ചേരുന്നത് നന്ദപ്രയാഗാണ്. അളകനന്ദയും മന്ദാകിനിയും ചേരുന്നത് രുദ്രപ്രയാഗാണ്. അളകനന്ദയും ധൗളിഗംഗയും ചേരുന്നത് വിഷ്ണുപ്രയാഗ്. അളകനന്ദ, പിണ്ടാറ്, കർണപ്രയാഗ്. ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. ഹരിദ്വാറിൽ വെച്ചിട്ട് ഗംഗാനദി ഉത്തരേന്ത്യൻ സമതലത്തിൽ പ്രവേശിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഹരിദ്വാറിൽ വെച്ചിട്ടാണ്. ഹരിദ്വാറിന് ശേഷം ഗംഗ തെക്കു ദിശയിലും പിന്നീട് തെക്ക് കിഴക്ക് ദിശയിലും ഒഴുകുന്നു. ഹരിദ്വാറിന് ശേഷം ഗംഗ തെക്കു ദിശയിലും പിന്നീട് തെക്ക് കിഴക്ക് ദിശയിലും ഒഴുകുന്നു. ഫരാക്കയിൽ വെച്ച് ഹൂഗ്ലി, പത്മ എന്നീ കൈവഴികളായിട്ട് പിരിയുന്നു. ഫരാക്കെ എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലോട്ടപ്പ ചെന്നു. ഫരാക്കയിൽ വെച്ച് ഹൂഗ്ലി, പത്മ എന്നീ കൈവഴികളായിട്ട് പിരിയുന്നു. അപ്പൊ ഗംഗയുടെ കൈവഴികളാണ് ഹൂഗ്ലിയും പത്മ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതെന്ന് ചോദിച്ചാൽ ഗംഗയാണ്. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ, രാംഗംഗ, ഘാഗ്ര, ഗണ്ഡകി, മഹാനന്ദ എന്നിവയാണ്. മാറിപ്പോകരുത്. ഹൂഗ്ലി, പത്മ എന്നത് കൈവഴികളാണ്, പോഷക നദികളല്ല. അപ്പം ഇതൊക്കെ ഓപ്ഷൻസിൽ ചിലപ്പോൾ ഹൂഗ്ലിയൊക്കെ എടുത്തിടും. ഗംഗയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണെങ്കിലും പോഷക നദികളല്ല. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. യമുന, അളകനന്ദ, കോസി, സോൺ, ഗോമതി, ദാമോദർ, രാംഗംഗ, ഘാഗ്ര, ഗണ്ഡകി, മഹാനന്ദ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ഗംഗയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. ഗംഗയുടെ വലതുകരയിലുള്ള പ്രധാന പോഷക നദികളാണ് സോൺ, യമുന. വലതുകരയിലുള്ളത്. ഗംഗയുടെ വലതുകരയിലുള്ള പ്രധാന പോഷക നദികളാണ് സോൺ, യമുന എന്നിവ. ഗംഗയുടെ ഇടതുകരയിലുള്ള പോഷക നദികളാണ് രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡകി, കോശി, മഹാനന്ദ എന്നിവ. അപ്പൊ ഏതൊക്കെയാണ് ഗംഗയുടെ ഇടതുകരയിലുള്ള പോഷക നദികൾ? രാംഗംഗ, ഗോമതി, ഘാഗ്ര, ഗണ്ഡകി, കോസി, മഹാനന്ദ എന്നിവ. ഗംഗാ നദീതീരത്തുള്ള ഏറ്റവും വലിയ പട്ടണമാണ് കാൺപൂർ. ഉത്തർപ്രദേശിലാണ് കാൺപൂർ സ്ഥിതി ചെയ്യുന്നത്. ഗംഗാ നദീതീരത്തുള്ള ഏറ്റവും വലിയ പട്ടണമാണ് കാൺപൂർ. ഗംഗാ നദീതടം വ്യാപിച്ചിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഡൽഹി. ഇപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഗംഗാ
ഗംഗാ നദീതടം വ്യാപിച്ചിരിക്കുന്നത്. നദീതടമാണ്, നദി പോയിരിക്കുന്നതല്ല, നദീതടം. നദീതടം എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താണ്? നദീതടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നദിയും അതിന്റെ പോഷക നദികളും പിന്നെന്താണ് അതിന്റെ കൈവഴികളും എല്ലാം കൂടെ ചേർന്ന് ഉള്ള ഒരു തടമാണ് നദീതടം എന്ന് പറയുന്നത്. അപ്പം ഗംഗാനദി മാത്രം സഞ്ചരിക്കുന്ന സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാള് അങ്ങനെ അങ്ങ് പറയാൻ പറ്റും. പക്ഷെ നദീതടം എന്ന് പറയുമ്പം അതിന്റെ പോഷക നദികളും എല്ലാം കൂടെ വരും. അപ്പം അങ്ങനെ പറയുമ്പോഴത്തേക്കിന് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, പശ്ചിമ ബംഗാൾ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന, ജാർഖണ്ഡ്, ബീഹാർ, ഹിമാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി വരുന്നുണ്ട്. ഗംഗ, യമുന, സരസ്വതിയും കൂടെ ചേരുന്ന സ്ഥലമാണ് പ്രയാഗ്രാജ് എന്നറിയപ്പെടുന്നത്. അലഹബാദ് എന്നാണ് പഴയ പേര്, പ്രയാഗ്രാജ് ഇപ്പൊ അറിയപ്പെടുന്നത്. ത്രിവേണി സംഗമം എന്നൊക്കെ പറയും. സരസ്വതി ഇപ്പൊ അങ്ങനെ പ്രത്യക്ഷ കാണുന്നില്ല, എന്നാലും സരസ്വതിയും കൂടെ കൂടി, പണ്ട് സരസ്വതിയും കൂടെ കൂടുന്ന ഒരു സ്ഥലമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഗംഗ, യമുന, സരസ്വതിയും കൂടെ കൂടി ചേരുന്ന സ്ഥലമാണ് പ്രയാഗ്രാജ്. അപ്പം ഇവിടെ നദീതടം നോക്കിക്കേ, ഗംഗാ നദീതടം ഇവിടെ നോക്കിക്കേ. ഇവിടെ ഹരിയാനയില് ഇവിടുന്ന് യമുന ഇവിടുന്ന് ഇങ്ങനെ ഉത്ഭവിക്കുന്നുണ്ട്. യമുനോത്രിയിൽ നിന്നാണ് യമുന ഉത്ഭവിക്കുന്നത്. ഇവിടുന്ന് യമുന ഇങ്ങനെ ഉത്ഭവിക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശിൽ കൂടി അതിർത്തിയിൽ കൂടി വരുന്നുണ്ട്. അത് ഹരിയാനയിൽ കൂടി വന്നു. അതിനുശേഷം ഉത്തർപ്രദേശിലൂടെ ഇങ്ങനെ അങ്ങ് കയറി ഈ പോകുന്നത്. ഇതാണ് യമുന. യമുന ഇങ്ങനെ അങ്ങ് പോകുന്നു. എന്നിട്ട് ഇവിടെ പ്രയാഗരാജ്, ഇതാണ് പ്രയാഗരാജ്. ഇവിടെ ഗംഗയായിട്ട് ചേരുന്നു. ഇവിടെ നോക്കിക്കേ, ഇതാണ് ഇടതുകര പോഷക നദികൾ എന്ന് പറയുന്നത്. ഗംഗ ദാ ഉത്തരാഖണ്ഡിൽ നിന്ന് ഇങ്ങനെ അങ്ങ് ഉത്ഭവിച്ചത് ഇതിലെ ഇങ്ങനെ അങ്ങ് വരുവാണ്. ഹരിദ്വാറിൽ വെച്ചാണ് സമതലത്തിലോട്ട് പ്രവേശിക്കുന്നതെന്ന് പറഞ്ഞു. ഹരിദ്വാർക്ക് ഈ ഒരു ഭാഗത്ത് വരും. അപ്പം രാംഗംഗ ഉത്തരാഖണ്ഡിൽ നിന്നാണ്, ജിം കോർബറ്റ് നാഷണൽ പാർക്കിൽ നിന്നാണ് രാംഗംഗ ഉത്ഭവിക്കുന്നത്. ജിം കോർബറ്റ് നാഷണൽ പാർക്കിലൂടെയാണ് ഒഴുകുന്ന നദി എന്ന് ചോദിച്ചാൽ രാംഗംഗയാണ്. രാംഗംഗ ഉത്ഭവിക്കുന്നത് രാജാജി നാഷണൽ പാർക്കിലൂടെയാണ്. രാജാജി നാഷണൽ പാർക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അത് ഇടതുകര പോഷക നദിയാണ്. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഗംഗയിൽ ചേരുന്നു. ഗോമതിയുണ്ട്. ഗോമതി ഇടതുകര പോഷക നദിയാണ്. ഗോമതി ഇവിടെ വന്ന് ഇവിടെ ചേരുന്നു. ഘാഗ്രയുണ്ട്. ഘാഗ്ര ഇടതുകര പോഷക നദിയാണ് ഗംഗയുടേത്. നേപ്പാളിൽ നിന്ന് തുടങ്ങുന്നതാണ്, നേപ്പാളിൽ കൂടെ വരുന്നതാണ് ഘാഗ്ര. ഇടതുകര പോഷക നദിയാണ്. ഖാണ്ഡക്, ഇതൊക്കെ ടിബറ്റിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഖാണ്ഡക് നേപ്പാളിൽ കൂടി വന്ന് ഗംഗയിൽ ചേരുന്നു. ഖാണ്ഡക് ഇടതുകരയാണ്. പിന്നെ കോസി, അതും ഇടതുകര പോഷക നദി. അപ്പൊ ഇടതുകര പോഷക നദികൾ ഏതൊക്കെയാണ്? ടോൺസ് ഉണ്ട്. ഹിമാചൽ പ്രദേശിൽ നിന്ന് ടോൺസ് ഉണ്ട്. ടോൺസ് ഉണ്ട്, യമുനയുണ്ട്. ഇടതുകര പോഷക നദിയാണ് യമുന. ഇടതുകരയല്ല, യമുന വലതുകരയായിട്ട് വരും. ഗംഗ ഈ കിടക്കുന്നതാണ്. അപ്പം ഏതൊക്കെയാണ് ഇടതുകര പോഷക നദികൾ? രാംഗംഗയുണ്ട്, ഗോമതിയുണ്ട്, ഘാഗ്ര, ഖാണ്ഡക്, കോസി. അതാണ് പ്രധാനമായിട്ടുള്ള ഇടതുകര പോഷക നദികൾ. ഇനി വലതുകര നോക്കിക്കേ, യമുന വരുന്നു, സിന്ധ്, ചമ്പൽ, ഇതൊക്കെ യമുനയിൽ വന്നിട്ടാണ് വരുന്നത്. യമുനയുടെ പോഷക നദിയായിട്ട് വേണമെങ്കിൽ പറയാം. ബേത്വ, കെന്ന്, സോണ് നേരെ ഗംഗയിൽ പതിക്കുന്നതാണ്. സോണ് വലതുകര പോഷക നദിയാണ്. റിഹാന്ത് ഉണ്ട്, അത് സോണിൽ വന്ന് പതിക്കുന്ന നദിയാണ്. സോണിന്റെ പോഷക നദിയാണ്. പിന്നെ ദാമോദർ നദി പോണു. ദാമോദർ നദി നേരെ ഹൂഗ്ലിയിലോട്ടാണ് പതിക്കുന്നത്. എന്നാലും ഗംഗയുടെ പോഷക നദിയായിട്ടാണ് ദാമോദറിനെ കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ ഗംഗ ഇവിടെ ഫറാക്ക ബാരേജിന് ശേഷം ഹൂഗ്ലി ഇവിടുന്ന് ഗംഗ ഫറാക്ക ബാരേജ് കടന്ന് ഇവിടുന്ന് ഒന്ന് ഹൂഗ്ലിയായിട്ട് ഒഴുകുന്നു, മറ്റൊന്ന് പത്മയായിട്ട് ഒഴുകുന്നു. ഇങ്ങനെ പത്മയായിട്ട് പോകുന്നു. അപ്പൊ ഈ ഹൂഗ്ലിയിലോട്ട് വന്നു ചേരുന്നതാണ് ദാമോദർ.
അപ്പൊ ഹൂഗ്ലിയുടെ പോഷക നദിയാണ് ദാമോദർ എന്ന് പറയുന്നത്. അപ്പൊ ഹൂഗ്ലി എന്ന് പറയുന്നത് ഗംഗ തന്നെയാണ്, അതുകൊണ്ട് ഗംഗയുടെ പോഷക നദിയായിട്ട് പറയാം. ഇതാണ് പ്രയാഗ്രാജ് എന്ന് പറയുന്നത്. പ്രയാഗ്രാജ്, ഗംഗ യമുനയും സരസ്വതി എല്ലാം കൂടെ ഒന്നിച്ചു ചേരുന്ന സ്ഥലം പ്രയാഗ്രാജ്. ഇവിടെയാണ് കുംഭമേള നടക്കുന്നത്, പ്രധാനമായിട്ടും കുംഭമേള നടക്കുന്ന സ്ഥലം. ഇതാ ഇവിടുന്ന് ഇങ്ങനെ ഗംഗ ഇങ്ങനെ ഉത്ഭവിച്ച് ഉത്തരാഖണ്ഡിൽ നിന്ന് ഉത്ഭവിച്ച് ഹരിദ്വാർ വഴി കടന്ന് ഉത്തർപ്രദേശിലൂടെ വന്ന് പിന്നെ എന്താണ് പാട്നയിൽ കൂടെ അങ്ങ് പോവുകയാണ്, ബീഹാർ കടന്ന്. അതിനുശേഷം പശ്ചിമ ബംഗാളിൽ കൂടെ അങ്ങ് പോയി പത്മയായിട്ട് ഇവിടുന്ന് ഒഴുകി ഇവിടെ പോയി ബംഗാൾ ഉൾക്കടലിൽ പോയി ഇതാ ഇവിടുന്ന് പതിക്കും. ബംഗാൾ ഉൾക്കടലിൽ പോയി പതിക്കും. ഹൂഗ്ലി ഇതാ ഇവിടുന്ന് വന്ന് ഇങ്ങനെ ഇവിടുന്നും വന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കും. അപ്പൊ ബാക്കി നോക്കാം. ഗംഗാ നദിയുടെ ഏറ്റവും നീളം കൂടിയ കൈവഴിയാണ് ഹൂഗ്ലി എന്ന് പറയുന്നത്. ഗംഗാ നദിയുടെ ഏറ്റവും നീളം കൂടിയ കൈവഴിയാണ് ഹൂഗ്ലി. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുനയാണ്. ഗംഗാ നദി ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ്. ഗംഗയും യമുനയും കൂടിച്ചേരുന്നത് അലഹബാദിലാണ് പ്രയാഗരാജ്. വരുണ, അസി എന്ന് രണ്ട് പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലമാണ് വാരണാസി. അത് കേൾക്കുമ്പോഴേ അറിയാം, വരുണ, അസി, വാരണാസി. വരുണ, അസി എന്നീ രണ്ട് പോഷക നദികൾ ഗംഗയോട് ചേരുന്ന സ്ഥലമാണ് വാരണാസി. ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ. ഹൂഗ്ലി നദിയുടെ പ്രധാന പോഷക നദി ദാമോദറാണ്. ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്നത് പത്മ, കീർത്തിനാശിനി എന്നൊക്കെയാണ്. ബംഗ്ലാദേശിൽ ഗംഗ അറിയപ്പെടുന്നത് പത്മ, കീർത്തിനാശിനി എന്നാണ്. ജമുനയുമായി കൂടിച്ചേരുന്നത് വരെ ബംഗ്ലാദേശിൽ ഗംഗ പത്മ നദിയായിട്ട് ഒഴുകുന്നു. ജമുന ഏതാണ്? ബ്രഹ്മപുത്രയാണ് അല്ലെ. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നാണ്. അപ്പം ജമുനയുമായി കൂടിച്ചേരുന്നത് വരെ ബംഗ്ലാദേശിലെ ഗംഗ അറിയപ്പെടുന്നത് പത്മ എന്നാണ്. ബംഗ്ലാദേശിൽ പത്മ എന്നറിയപ്പെടും. അതിനുശേഷം ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ ജമുന എന്നാണ് അറിയപ്പെടുന്നത്. പത്മ, ജമുന എന്നീ നദികൾ ബംഗ്ലാദേശിലെ ചാന്ദ്പൂരിൽ വെച്ച് കൂട്ടിമുട്ടിയ ശേഷം മേഘന എന്ന പേരില് തുടർന്ന് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അപ്പൊ എന്താണ്? പത്മ എന്ന് പറയുന്ന ഗംഗയാണ്. ജമുന, ബ്രഹ്മപുത്ര എന്നീ നദികൾ ബംഗ്ലാദേശിൽ എവിടെ വെച്ചാണ് കൂടിച്ചേരുന്നത്? ചാന്ദ്പൂരിൽ വെച്ചിട്ട് കൂടിച്ചേരുന്നു. അതിനുശേഷം രണ്ടുപേരും കൂടെ ചേർന്ന് ഏത് പേരിൽ പിന്നീട് അറിയപ്പെടുന്നത്? രണ്ടും കൂടെ ഒന്നിച്ചു കഴിയുമ്പോൾ മേഘന എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. എന്നിട്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഗംഗ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് ഗംഗാസാഗർ ദ്വീപിൽ വെച്ചാണ്. ഗംഗാസാഗർ ദ്വീപില്. അപ്പൊ ഗംഗ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഗംഗാസാഗർ ദ്വീപിൽ വെച്ചിട്ടാണ്. ജലഗതാഗതം സുഗമമാക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി മോഡൽ ടെർമിനൽ നിലവിൽ വന്ന നദിയാണ് ഗംഗ. സ്ഥലം വാരണാസിയാണ്. വാരണാസി. അപ്പൊ ജലഗതാഗതം സുഗമമാക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി മോഡൽ ടെർമിനൽ നിലവിൽ വന്ന നദി ഗംഗയിലാണ് നിലവിൽ വന്നത്, വാരണാസിയില്. ഗംഗയ്ക്ക് കുറുകെ ഋഷികേശിലുള്ള പ്രസിദ്ധമായ രണ്ട് തൂക്കുപാലങ്ങളാണ് രാംചൂലയും ലക്ഷ്മൺ ചൂലയും. ഗംഗയ്ക്ക് കുറുകെ ഋഷികേശിലുള്ള പ്രസിദ്ധമായ രണ്ട് തൂക്കുപാലങ്ങൾ എന്ന് ചോദിച്ചാൽ രാംചൂലയും ലക്ഷ്മൺ ചൂലയുമാണ്. നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ പാലമാണ് പാട്നയിൽ ഗംഗാനദിക്ക് കുറുകെയുള്ള മഹാത്മാഗാന്ധി സേതു. 5570 മീറ്റർ ആണ്. അപ്പൊ നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ പാലമാണ് പാട്നയിൽ സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്? മഹാത്മാഗാന്ധി സേതു പാലം. 5570 മീറ്റർ. പാട്ന എവിടെയാണ്? ബീഹാറിലാണ്. ഗംഗയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഗംഗാസാഗർ ദ്വീപ്. ഗംഗാസാഗർ ദ്വീപിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഗംഗാസാഗർ ദ്വീപിൽ വെച്ചിട്ടാണ് അറബിക്കടലിൽ ഗംഗ പതിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീതടം ഗംഗാതടമാണ്. ഗംഗാതടത്തിന്റെ വിസ്തീർണം എത്രയാണ്? 8.68 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഗംഗ നദീതടം വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യയിലെ ഗംഗാതടത്തിന്റെ വിസ്തീർണം എത്രയാണ്? 8.68 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. അപ്പൊ ഏതൊക്കെ സംസ്ഥാനത്ത് വ്യാപിച്ചു കിടക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഇതേ ഇവിടെ പോഷക നദികളെല്ലാം ഇവിടെ രാജസ്ഥാനിൽ നിന്ന് ബനാസ് ഉണ്ട്, ചമ്പലുണ്ട്. ചമ്പൽ ഇതാ ഇവിടുന്ന് മധ്യപ്രദേശിൽ നിന്നുണ്ട്.
ബനാസ്, പാർവതി ഉണ്ട്. ഇതൊക്കെ മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിക്കുകയാണ്. അപ്പൊ മധ്യപ്രദേശ് ഒക്കെ ഗംഗാ നദീതടത്തിന്റെ ഭാഗമാണ്. ബേത്വ, സാസൻ, കെന്ന്, സോണ്, കോയൽ, ദാമോദർ ജാർഖണ്ഡിൽ നിന്ന്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡിൽ നിന്ന് ഇവിടുന്ന് ഉത്ഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വരും. ഹരിയാനന്നൊക്കെ യമുനയുടെ ഭാഗങ്ങള്, ഹരിയാന, ഹിമാചൽ പ്രദേശിൽ നിന്ന് ടോൺസ് ഉണ്ട്. അപ്പം ഈ ഹിമാചൽ പ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാള്, ബീഹാർ, ഇതെല്ലാം, ഉത്തരാഖണ്ഡ്, ഇതെല്ലാം ഗംഗാ നദീതടം വ്യാപിച്ചിരിക്കുന്നതാണ്. ഗംഗാതടം രൂപം കൊള്ളുന്നത് നിക്ഷേപ പ്രക്രിയയിലൂടെയാണ്. നിക്ഷേപ പ്രക്രിയ, മുകളിൽ നിന്ന് ഇങ്ങനെ മണ്ണും കല്ലും എല്ലാം കൂടെ ഇങ്ങനെ ഒലിച്ചിങ്ങനെ വരുന്ന, അങ്ങനെ ആ മണ്ണും എല്ലാം കൂടെ ഒലിപ്പിച്ച് താഴെ കൊണ്ടുവന്ന് നിക്ഷേപിച്ച്, അങ്ങനെ അതിനാണ് നിക്ഷേപ പ്രക്രിയ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഗംഗാ നദിയിടം രൂപം കൊള്ളുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗംഗയാണ്. എത്രയാണ് അതിന്റെ നീളം? 2525 കിലോമീറ്റർ ആണ്. 2525 കിലോമീറ്റർ ആണ് ഗംഗയുടെ നീളം എന്ന് പറയുന്നത്. ഭാരതത്തിന്റെ മർമ്മസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന നദി, ഇന്ത്യയുടെ ദേശീയ നദി എന്നൊക്കെ അറിയപ്പെടുന്നത് ഗംഗയാണ്. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 നവംബർ 4. പലതവണ ചോദിച്ചിട്ടുണ്ട്. 2008 നവംബർ 4-നാണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. 2008 നവംബർ 4-നാണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. ഗംഗയുടെ പതനസ്ഥാനം പറഞ്ഞു, ബംഗാൾ ഉൾക്കടലാണ്. ഗംഗാ നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിലൂടെയാണ് ഗംഗാ നദി ഒഴുകുന്നത്. ഇനി യമുന നോക്കാം. യമുനയുടെ ഉത്ഭവസ്ഥാനം ബന്ദേർപുഞ്ച് മലനിരകളിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ്. സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. യമുനയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ബന്ദേർപുഞ്ച് മലനിരകളിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നാണ്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്താണ്. യമുനയുടെ നീളം 1376 കിലോമീറ്റർ ആണ്. പഠിക്കണം. യമുനയുടെ നീളം 1376 കിലോമീറ്റർ. 1376 കിലോമീറ്റർ ആണ് യമുനയുടെ നീളം. യമുനയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ചമ്പൽ, ബേത്വ, കെൻ, ടോൺസ്, സിന്ധ്. ചമ്പൽ, ബേത്വ, കെൻ, ടോൺസ്, സിന്ധ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതും യമുനയുടെ വലതുകരയിൽ ചേരുന്നതുമായ നദികളാണ് സിന്ധ്, ബേത്വ, കെൻ, ചമ്പൽ. യമുനയുടെ വലതുകരയിൽ ചേരുന്ന നദികളാണ് സിന്ധ്, ബേത്വ, കെൻ, ചമ്പൽ എന്നിവ. യമുനയുടെ ഇടതുകരയുമായി ചേരുന്ന പോഷക നദികൾ ഹിന്ദൻ, റിണ്ട്, സെങ്കർ, റിഷ്ടി, ഗംഗ. അപ്പം ഇടതുകരയുമായിട്ട് ചേരുന്നത് ഹിന്ദൻ, റിണ്ട്, സെങ്കർ, റിഷ്ടി, ഗംഗ എന്നിവയാണ്. വലതുകരയിലുള്ളത് സിന്ധ്, ബേത്വ, കെൻ, ചമ്പൽ എന്നിവയാണ്. ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് യമുനയുടെ തീരത്താണ്. ഡൽഹി, ആഗ്ര എന്നീ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് യമുനയുടെ തീരത്താണ്. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് യമുന. ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ യമുനയാണ്. ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്തെ ഗംഗയുടെ പോഷക നദി യമുനയാണ്. ഇന്ത്യയിൽ കടലിൽ നേരിട്ട് പതിക്കാത്ത ഏറ്റവും വലിയ നദി യമുനയാണ്. പുരാണങ്ങളിൽ കാളിന്തി എന്നറിയപ്പെടുന്ന നദി യമുനയാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം യമുനയാണ്. ഇതാണ് യമുന. യമുനോത്രിയിൽ നിന്ന് ഉത്ഭവിച്ച് ഇങ്ങനെ വരുന്നു. ഡൽഹി ഇവിടെ, ഇതാണ് ഡൽഹി. ആഗ്ര, അത് കഴിഞ്ഞിട്ട് ഇവിടെ ആഗ്ര സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ പോകുന്നു യമുന. ഇതാ ഇവിടെ വെച്ച് ഗംഗയായിട്ട് ചേരുന്നു. ഈ വരുന്നത് ഗംഗയാണ്. ഇവിടുന്ന് ഇങ്ങനെ വരുന്നു ഗംഗ. ഇത് കാൺപൂര്. ഇത് അലഹബാദ്, പ്രയാഗ്രാജ് എന്ന് പറയും. ഇതാ ഇവിടുന്ന് ഇങ്ങനെ വന്നു. ഇത് വാരണാസിയും കഴിഞ്ഞ് ഇവിടെ വന്നു, ബീഹാറിലോട്ട് കടന്നു, പാട്ന. ഇതാണ് പാട്ന. പിന്നെ ഇവിടുന്ന് അങ്ങ് പോയി, ഇവിടുന്ന് ഗംഗ ഇങ്ങനെ അങ്ങ് പോയി ഫറാക്ക വന്നു. ഇവിടുന്ന് ഹൂഗ്ലി ആയിട്ട് ഇവിടുന്ന് ഒഴുകി. ഇത് കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നു. ഇവിടുന്ന് പത്മയായിട്ട് ഒഴുകുന്നു. ഇവിടുന്ന് ഒരു പോർഷൻ, ഒരു കൈവഴി, 2 കൈവഴിയായിട്ട് ഫറാക്കയിൽ വെച്ച് പിരിയുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഫറാക്കയിൽ വെച്ച്
രണ്ട് കൈവഴിയായിട്ട് പിരിയുന്നു. ഒരെണ്ണം ഹൂഗ്ലി ആയിട്ട് പോകുന്നു, ഒരെണ്ണം പത്മയായിട്ട് ബംഗ്ലാദേശിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നോക്കിയേ, ഇവിടുന്ന് ബ്രഹ്മപുത്ര വരുവാണ്. ബ്രഹ്മപുത്ര ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വെച്ച് ഗംഗയായിട്ട് ചേരുന്നു, പത്മയായിട്ട് ചേരുന്നു. അതിനുശേഷം ഒഴുകുന്നത് എങ്ങനെയാണ്? മേഘന എന്നുള്ള പേരിലാണ്. മേഘന. അടുത്ത ടോൺസ് നോക്കാം. ടോൺസ് യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ടോൺസ് എന്ന് പറയുന്നത്. യമുനയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ടോൺസ്. ടോൺസ് നദിയുടെ പ്രധാന പോഷക നദിയാണ് പബ്ബാർ നദി, അസൻ എന്നിവ. ടോൺസ് നദിയുടെ പ്രധാന പോഷക നദി പബ്ബാർ നദി, അസൻ എന്നിവയാണ്. രാമായണത്തിൽ തമസ്യ എന്നറിയപ്പെട്ടിരുന്ന നദി ടോൺസ് ആണ്. രാമായണത്തിൽ ടോൺസ് അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? തമസ്യ എന്നാണ്. തമസ്യ. നെത്വാർ മോറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ടോൺസിലാണ്. നെത്വാർ മോറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ടോൺസിലാണ്. അപ്പൊ എന്തൊക്കെയാണ് ടോൺസിനെ പറ്റിയുള്ളത്? യമുനയുടെ ഏറ്റവും വലിയ പോഷക നദി ടോൺസ് ആണ്. ടോൺസ് നദിയുടെ പ്രധാന പോഷക നദി പബ്ബാർ നദി, അസൻ എന്നിവയാണ്. രാമായണത്തിൽ തമസ്യ എന്നറിയപ്പെടുന്ന നദി ടോൺസ് ആണ്. പിന്നെ നെത്വാർ മോറി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ടോൺസിലാണ്. അടുത്തത് ചമ്പൽ നോക്കാം. ചമ്പലിന്റെ ഉത്ഭവം മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയിലെ മൗവിൽ നിന്നാണ്. അപ്പൊ ചമ്പൽ ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? മധ്യപ്രദേശിൽ നിന്നാണ്. മാൾവ പീഠഭൂമിയിലെ മൗവിൽ നിന്നാണ് ചമ്പൽ ഉത്ഭവിക്കുന്നത്. ചമ്പലിന്റെ പഴയ പേര് ചർമാൻവതി എന്നാണ്. ചർമാൻവതി. ചമ്പലിന്റെ പഴയ പേര് ചർമാൻവതി എന്നാണ്. ചമ്പൽ രാജസ്ഥാനിലെ കോട്ട എന്ന സ്ഥലത്ത് എത്തുന്നതിന് മുമ്പായി ഗിരികന്ധര താഴ്വരകളിലൂടെ ഒഴുകുന്നു. അപ്പൊ ചമ്പല് രാജസ്ഥാനിലെ കോട്ട എന്ന സ്ഥലത്തൂടെ ഒഴുകുന്നുണ്ട്. ചമ്പൽ നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഡാമുകളാണ് ഗാന്ധി സാഗർ ഡാം, ജവഹർ സാഗർ ഡാം, റാണ പ്രതാപ് സാഗർ ഡാം, കോട്ട ബാരേജ് എന്നിവ. ചമ്പൽ അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നദിയാണ്. അപ്പൊ ചമ്പലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ഡാമുകൾ ഏതൊക്കെയാണ്? ഗാന്ധി സാഗർ ഡാം. ഗാന്ധി സാഗർ ഡാം ചമ്പലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജവഹർ സാഗർ ഡാം ചമ്പലിലാണ് സ്ഥിതി ചെയ്യുന്നത്. റാണ പ്രതാപ് സാഗർ ഡാം ചമ്പലിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോട്ട ബാരേജ്, കോട്ടയിലൂടെ ഒഴുകുന്നു എന്ന് പറഞ്ഞു അല്ലെ. കോട്ട ബാരേജ് സ്ഥിതി ചെയ്യുന്നതും ചമ്പലിലാണ്. അപ്പൊ ഈ സാഗർ കൂട്ടിയുള്ളതൊക്കെ ചമ്പലിലാന്ന് അങ്ങ് ഓർത്ത് വെക്കുക. ചമ്പൽ നദി ഒഴുകുന്ന നിഷ്ഫല ഭൂപ്രകൃതിയാണ് ചമ്പൽ റവയിൽ. ചമ്പൽ നദി ഒഴുകുന്ന നിഷ്ഫല ഭൂപ്രകൃതിയാണ് ചമ്പൽ റവയിൽ. രാജസ്ഥാനിലെ കോട്ടയിലെ ഗാന്ധി സാഗർ ഡാമിലേക്ക് ഒഴുകുന്ന ചമ്പൽ ബുന്ദി, സവായി മാധോപൂർ, ധോൽപൂർ എന്നിവിടങ്ങളിലൂടെ ഒഴുകി യമുനയിൽ ചേരുന്നു. അപ്പൊ രാജസ്ഥാനിലെ കോട്ടയിലെ ഗാന്ധി സാഗർ ഡാമിലേക്ക് ഒഴുകി ചമ്പൽ പിന്നെ എതിലേക്ക് പോകുന്നു? ബുന്ദി, സവായി മാധോപൂർ, ധോൽപൂർ എന്നിവിടങ്ങളിലൂടെ ഒഴുകി യമുനയിലാണ് ചേരുന്നത്. ചമ്പലിന്റെ പ്രധാന പോഷക നദിയാണ് ക്ഷിപ്ര. ചമ്പലിന്റെ പ്രധാന പോഷക നദി ക്ഷിപ്രയാണ്. ചമ്പൽ വിവിധോദ്ദേശ പദ്ധതിയുടെ പ്രധാന ഉപഭോക്താക്കളായ സംസ്ഥാനങ്ങൾ രാജസ്ഥാനും മധ്യപ്രദേശുമാണ്. രാജസ്ഥാനും മധ്യപ്രദേശും. ചമ്പൽ വിവിധോദ്ദേശ പദ്ധതിയുടെ പ്രധാന ഉപഭോക്താക്കളായ സംസ്ഥാനങ്ങൾ രാജസ്ഥാനും മധ്യപ്രദേശും ആണ്. ഈ രണ്ട് സംസ്ഥാനത്തൂടെയാണ് ചമ്പൽ ഒഴുകുന്നത്. സോൺ. അടുത്ത നദി നോക്കാം. സോൺ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ച് ഗംഗയിൽ ചേരുന്ന പോഷക നദിയാണ് സോൺ. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ച് ഗംഗയിൽ ചേരുന്ന പോഷക നദിയാണ് സോൺ. മധ്യപ്രദേശിലെ അമർകാണ്ടകിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് സോൺ എന്ന് പറയുന്നത്. മധ്യപ്രദേശിലെ അമർകാണ്ടക പീഠഭൂമിയിൽ നിന്നാണ് സോൺ ഉത്ഭവിക്കുന്നത്. ഗംഗയുടെ തെക്ക് നിന്നുള്ള പോഷക നദികളിൽ ഏറ്റവും വലുതാണ് സോൺ. സോൺ നദി ഗംഗയുമായി ചേരുന്ന സ്ഥലം ആരയാണ്? ബീഹാർ. സോൺ നദി ഗംഗയുമായിട്ട് ചേരുന്ന സ്ഥലം എവിടെയാണ്? ആരയാണ്? ബീഹാർ. ആര, ബീഹാർ. ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി സോൺ ആണ്. ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് സോണിലാണ്. പാടലീപുത്രം സ്ഥിതി ചെയ്യുന്നത് സോണിലാണ്. പാടലീപുത്രം പാട്ന ഇന്നത്തെ പാട്നയാണ് പാടലീപുത്രം പണ്ടത്തെ. അപ്പം അത് സ്ഥിതി ചെയ്യുന്നത് സോണ്
ആണ്. സോൺ നദിയുടെ പ്രധാന പോഷക നദി റിഹന്ത് ആണ്. സോൺ നദിയുടെ പ്രധാന പോഷക നദി റിഹന്ത് ആണ്. ഗോവിന്ദ് വല്ലഭ പന്ത് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് റിഹന്ത് നദിയിലാണ്. സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹന്ത്. ഗോവിന്ദ് വല്ലഭ് പന്ത് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് റിഹന്ത് നദിയിലാണ്. റിഹന്ത് നദിയിൽ. അടുത്തത് ഘാഗ്ര. ഘാഗ്ര നദിയുടെ ഉത്ഭവസ്ഥാനം മാനസരോവർ തടാകത്തിലെ ടിബറ്റ് മാച്പ ചുങ്കോ ഗ്ലേസിയറിൽ നിന്നാണ്. ഘാഗ്ര നദിയുടെ ഉത്ഭവസ്ഥാനം മാനസരോവർ തടാകത്തിലെ, അതായത് ടിബറ്റിലാണ് മാനസരോവർ. മാങ്ച ചുങ്കോ ഗ്ലേസിയറിൽ നിന്നാണ് ഘാഗ്ര നദി ഉത്ഭവിക്കുന്നത്. നേപ്പാളിൽ ഘാഗ്ര അറിയപ്പെടുന്നത് കർണാലി എന്നാണ്. നേപ്പാളിൽ ഘാഗ്ര അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കർണാലി എന്നാണ്. ഘാഗ്ര നദിയുടെ പോഷക നദികളാണ് ടില, സേതി, ബെരി എന്നിവ. ഘാഗ്ര നദിയുടെ പോഷക നദികളാണ് ടില, സേതി, ബെരി എന്നിവ. രാമായണത്തിൽ സരയു എന്ന് പരാമർശിക്കുന്ന നദിയാണ് ഘാഗ്ര. സരയു എന്ന് പരാമർശിക്കുന്ന നദിയാണ് ഘാഗ്ര. ഇല, സേതി, ബേബി, ശാരദ എന്നീ പോഷക നദികളുമായി ചേർന്ന് ശീശപാനിയിൽ ആഴമേറിയ ഗിരികന്ധരം സൃഷ്ടിച്ച് പർവ്വതത്തിന് പുറത്തേക്ക് എത്തുന്ന നദിയാണ് ഘാഗ്ര എന്ന് പറയുന്നത്. ചപ്രയിൽ വെച്ച് ഗംഗയിൽ ചേരുന്നതിന് മുമ്പായി ഘാഗ്രയിൽ ചേരുന്ന നദി ശാരദയാണ്. ചപ്രയിൽ വെച്ച് ഗംഗയിൽ ചേരുന്നതിന് മുമ്പായി ഘാഗ്രയിൽ ചേരുന്ന നദിയാണ് ശാരദ. അയോധ്യ സ്ഥിതി ചെയ്യുന്ന നദീതീരം സരയു ആണ്. സരയു. അയോധ്യ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതെന്ന് ചോദിച്ചാൽ സരയു ആണ്. നേപ്പാൾ ഹിമാലയത്തിലെ മിലം ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശാരദ അഥവാ സരയു നദി അവിടെ ഗോരീഗംഗ എന്നറിയപ്പെടുന്നു. നേപ്പാൾ ഹിമാലയത്തിലെ മിലം ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശാരദ അഥവാ സരയു നദി അവിടെ ഗോരീഗംഗ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത് കോസി നോക്കാം. കോസി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നദിയാണ്. കോസിയുടെ പ്രധാന അരുവിയായ അരുൺ ടിബറ്റിൽ മൗണ്ട് എവറസ്റ്റിന്റെ വടക്ക് ഭാഗത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ കോസിയുടെ പ്രധാന അരുവിയായ അരുൺ ടിബറ്റിൽ മൗണ്ട് എവറസ്റ്റിന്റെ വടക്ക് ഭാഗത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത്. 7 നദികൾ ഉൾക്കൊള്ളുന്ന കോസി അറിയപ്പെടുന്നത് സപ്തകോസി എന്നാണ്. സപ്തകോസി. ഇനി ഏതൊക്കെയാണ് സപ്തകോസി എന്ന് നോക്കാം. തമാ കോസി, അരുൺ കോസി, ദൂത് കോസി, തമൂർ കോസി, ഹോഡെ കോസി, സൺ കോസി, ഇന്ദ്രാവതി എന്നിവയാണ്. ഇതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല, എന്നാലും ചുമ്മാ ഒന്ന് കേട്ടിരിക്കുക. തമാ കോസി, അരുൺ കോസി, ദൂത് കോസി, തമൂർ കോസി, ഹോഡെ കോസി, സൺ കോസി, ഇന്ദ്രാവതി. അത് ഈ കോസി എന്ന് എല്ലാത്തിന്റെയും പേരുള്ളത് കൊണ്ട് അത് ഏതായാലും ചോദിക്കാൻ സാധ്യതയില്ല. നേപ്പാളിൽ മധ്യ ഹിമാലയം കടന്നതിന് ശേഷം കിഴക്കുനിന്നും തമൂർ കോസിയും പടിഞ്ഞാറ് നിന്ന് സോൺ കോസിയും പ്രധാന അരുവിയായ അരുണുമായി ചേർന്ന് സപ്തകോസിയായിട്ട് മാറുന്നു. കോസി പർവ്വതത്തിന്റെ മുകൾ ഭാഗങ്ങളിൽ നിന്നും വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ സമതലങ്ങളിൽ നിക്ഷേപിക്കുന്നു. ഇത് നദിയുടെ പാത തടസ്സപ്പെടുകയും ഗതി മാറി ഒഴുകുകയും ചെയ്യുന്ന മൂലം വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു. അപ്പൊ എന്താണ്? കോസി ആണെങ്കിൽ പർവ്വതത്തിന്റെ മുകൾ ഭാഗങ്ങളിൽ നിന്നും വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ സമതലങ്ങളിൽ നിക്ഷേപിക്കുന്നു. ഇത് നദിയുടെ പാത തടസ്സപ്പെടുത്തുകയും എന്ത് ചെയ്യും? ഗതി മാറി ഒഴുകുകയും ചെയ്യുന്നു. ഇത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നു. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധോദ്ദേശ പദ്ധതിയാണ് കോസി ജലവൈദ്യുത പദ്ധതി. കോസി പദ്ധതി, ഗ്യാണ്ടക് പദ്ധതി. ഇന്ത്യയുടെയും നേപ്പാളിന്റെയും സംയുക്ത വിവിധ ഉദ്ദേശ പദ്ധതിയാണ് കോസി പദ്ധതിയുണ്ട്, ഗ്യാണ്ടക് പദ്ധതിയുണ്ട്. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് മഹാകാളി നദി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി മഹാകാളി നദിയാണ്. കാളി നദി. ഇനി ഇന്ത്യയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കോസിയാണ്. അതായത് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞല്ലോ. അവസാദങ്ങളെല്ലാം നിക്ഷേപിച്ച് കവിഞ്ഞൊഴുകി ഗതി മാറി ഒഴുകി വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു. ഇന്ത്യയുടെ ദുഃഖം കോസിയാണ്. ബീഹാറിന്റെ ദുഃഖം, ബീഹാറിലാണ് കോസി. അപ്പം ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് കോസി നദിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഏതെന്ന് ചോദിച്ചാൽ അത് കോസിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി കോസിയാണ്. പാട്നയ്ക്കടുത്ത് വെച്ച് ഗംഗയിൽ പതിക്കുന്ന നദി കോസിയാണ്. പാട്നയ്ക്കടുത്ത് വെച്ച് ഗംഗയിൽ പതിക്കുന്നത് കോസിയാണ്. ഋഗ്വേദത്തിൽ കൗശിക എന്ന് പരാമർശിക്കുന്ന കോസിനെയാണ്. അത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കൗശിക, കോസി. ഋഗ്വേദത്തിൽ കൗശിക എന്ന് പരാമർശിക്കുന്ന നദിയാണ് കോശി. കെൻ നദിയുടെ ഉത്ഭവസ്ഥാനം കെയ്മൂർ മലനിരകളിൽ നിന്നാണ്. കെയ്മൂർ എവിടെയാണ്? മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശ്. കെൻ നദിയുടെ ഉത്ഭവസ്ഥാനം കെയ്മൂർ മലനിരകളാണ്, മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലെ പന്ന ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കെൻ. മധ്യപ്രദേശിലെ പന്ന ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് കെൻ ആണ്. അടുത്തത് രാംഗംഗ.
രാംഗംഗ നോക്കാം. രാംഗംഗയുടെ ഉത്ഭവം ഗർവാൾ ജില്ലയിലെ ധൂതതോളി മലനിരകളിൽ നിന്നുമാണ്. രാംഗംഗ ഉത്ഭവിക്കുന്ന എവിടെയാണ്? ഗർവാൾ ജില്ലയിലെ ധൂതതോളി മലനിരകളിൽ നിന്നുമാണ്. ആകെ നീളം 596 കിലോമീറ്റർ ആണ്. ആകെ നീളം 596 കിലോമീറ്റർ. രാംഗംഗ സമതലത്തിൽ പ്രവേശിക്കുന്ന ഉത്തർപ്രദേശിലെ നജീബാബാദിലാണ്. നജീബാബാദ്. രാംഗംഗയുമായി ചേർന്ന് രാംഗംഗ ഗംഗയുമായി ചേരുന്നത് കനൌജിൽ വെച്ചിട്ടാണ്. രാംഗംഗ ഗംഗയുമായിട്ട് ചേരുന്നത് എവിടെയാണ്? കനൌജിൽ വെച്ചിട്ടാണ്. കനൌജ്. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന ഗംഗയുടെ പോഷക നദിയാണ് രാംഗംഗ. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് രാംഗംഗയാണ്. പ്രധാന പോഷക നദികള് ആറിൽ, ദിയോഹ, ഖോ, ഗഗൻ എന്നിവയാണ്. രാംഗംഗയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ആറിൽ, ദിയോഹ, ഖോ, ഗഗൻ എന്നിവയാണ്. 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്ന സ്ഥലമാണ് ത്രിവേണി സംഗമം അഥവാ അലഹബാദ്. പ്രയാഗ്രാജ്. 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്ന സ്ഥലം പ്രയാഗ്രാജ് ആണ്. ഇപ്പൊ അറിയപ്പെടുന്ന അലഹബാദ് അല്ല, ഇപ്പൊ അറിയപ്പെടുന്ന പ്രയാഗ്രാജ് എന്നാണ്. പണ്ടത്തെ പേര് അലഹബാദ്. ത്രിവേണി സംഗമം എന്നൊക്കെയാണ് ആ സ്ഥലം അറിയപ്പെടുന്നത്. കുംഭമേള ആഘോഷിക്കുന്ന സ്ഥലങ്ങൾ വേറെ ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി എന്നിവയാണ്. കുംഭമേള ആഘോഷിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഹരിദ്വാർ, അലഹബാദ്, നാസിക്, ഉജ്ജയിനി എന്നിവിടങ്ങളിലൊക്കെ കുംഭമേള നടത്തുന്നുണ്ട്. എത്ര വർഷം കൂടുമ്പോഴാണ് അർദ്ധ കുംഭമേള ആഘോഷിക്കുന്നത്? 6 വർഷം. കുംഭമേള 12 വർഷം കൂടുമ്പോഴാണ്. അർദ്ധ കുംഭമേള എന്ന് പറയുമ്പോൾ നേരെ പകുതി 6 വർഷം. അർദ്ധ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങളാണ് ഹരിദ്വാർ, അലഹബാദ്. അർദ്ധ കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ ഹരിദ്വാർ, അലഹബാദ് എന്നിവയാണ്. മഹാകുംഭമേള നടക്കുന്ന പ്രദേശമാണ് അലഹബാദ്. മഹാകുംഭമേള നടക്കുന്നത് അലഹബാദാണ്. മഹാകുംഭമേള നടക്കുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? 144 വർഷം കൂടുമ്പോഴാണ് മഹാകുംഭമേള നടക്കുന്നത്. അവസാനമായിട്ട് നടന്നത് 2013 2013. അടുത്തത് ദാമോദർ നദി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ കിഴക്കൻ അതിർത്തിയിലെ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകി ദാമോദർ ഹൂഗ്ലി നദിയിൽ ചേരുന്നു. അപ്പൊ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ കിഴക്കൻ അതിർത്തിയിലെ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകി ദാമോദർ ഹൂഗ്ലി നദിയിൽ ചേരുന്നു. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദിയാണ് ദാമോദർ. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്നത് ദാമോദർ ആണ്. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്നത് ദാമോദർ ആണ്. ബംഗാളിന്റെ ദുഃഖം ദാമോദർ ആണ്. ദാമോദർ നദിയുടെ പ്രധാന പോഷക നദിയാണ് ബറാക്ക്. ദാമോദർ നദിയുടെ പ്രധാന പോഷക നദി ഏതെന്ന് ചോദിച്ചാൽ അത് ബറാക്ക് ആണ്. ദാമോദറിന്റെ മറ്റു പോഷക നദികൾ കൊണാർ, ബൊക്കാറോ, ഖാരി, ബീര എന്നിവയാണ്. ദാമോദറിന്റെ മറ്റു പോഷക നദികൾ കൊണാർ, ബൊക്കാറോ, ഖാരി, ബീര എന്നിവയാണ്. ദാമോദർ വാലി വിവിധോദ്ദേശ പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ദാമോദർ ആണ്. ദാമോദർ വാലി വിവിധോദ്ദേശ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ദാമോദർ നദിയിലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതിയാണ് ദാമോദർ വാലി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ അത് ദാമോദർ വാലി പദ്ധതിയാണ്. അമേരിക്കയിലെ ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിൽ ഇന്ത്യയിൽ നിർമ്മിച്ച പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. അമേരിക്കയിലെ ടെന്നസി വാലി അതോറിറ്റിയുടെ മാതൃകയിൽ നിർമ്മിച്ച പദ്ധതിയാണ് ദാമോദർ വാലി പദ്ധതി. ദാമോദർ നദീതട പദ്ധതി നിലവിൽ വന്ന വർഷം 1948 ജൂലൈ 7-നാണ്. ദാമോദർ നദീതട പദ്ധതി നിലവിൽ വന്ന വർഷം 1948 ജൂലൈ 7-നാണ്. ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ജാർഖണ്ഡും പശ്ചിമ ബംഗാളുമാണ്. ദാമോദർ നദീതട പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ്? ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. ദാമോദർ വാലിയുടെ ഭാഗമായ ആദ്യത്തെ അണക്കെട്ടാണ് തിലയ്യ അണക്കെട്ട്. ദാമോദർ വാലിയുടെ ഭാഗമായ ആദ്യത്തെ അണക്കെട്ട് തിലയ്യ അണക്കെട്ടാണ്. തിലയ്യ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദിയാണ് ബരാക്കർ നദി. തിലയ്യ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി എന്ന് ചോദിച്ചാൽ അത് ബരാക്കർ നദിയാണ്. ബരാക്കർ നദി. അടുത്തത് മഹാനന്ദ. ഡാർജിലിംഗ് കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് മഹാനന്ദ. ഡാർജിലിംഗ് കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ഗംഗയുടെ പോഷക നദിയാണ് മഹാനന്ദ. ഇടതുകരയിലൂടെ പശ്ചിമ ബംഗാളിൽ വെച്ച് ഗംഗയിൽ ചേരുന്ന ഒടുവിലത്തെ പോഷക നദിയാണ് മഹാനന്ദ. ഇടതുകരയിലൂടെ പശ്ചിമ ബംഗാളിൽ വെച്ച് ഗംഗയിൽ ചേരുന്ന ഒടുവിലത്തെ പോഷക നദിയാണ് മഹാനന്ദ. അമർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം അമരാവതിയാണ്. അമർനാഥ് സ്ഥിതി ചെയ്യുന്നത് അമരാവതിയിലാണ്. കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന നദീതീരം മന്ദാകിനിയാണ്. കേദാർനാഥ് സ്ഥിതി ചെയ്യുന്ന മന്ദാകിനിയുടെ തീരത്താണ്. ബദ്രിനാഥ് സ്ഥിതി ചെയ്യുന്നത് അളകനന്ദയുടെ തീരത്താണ്. ഗണ്ഡകി. അടുത്തത് ഗണ്ഡകി നോക്കാം.
നേപ്പാൾ ഹിമാലയത്തിലെ ധൗലഗിരിക്കും എവറസ്റ്റിനും ഇടയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് ഗന്ദകി എന്ന് പറയുന്നത്. നേപ്പാൾ ഹിമാലയത്തിലെ ധൗലഗിരിക്കും എവറസ്റ്റിനും ഇടയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഗന്ദകി. തൃശൂൽ ഗംഗ, കാളി ഗന്ദകി എന്നീ രണ്ട് അരുവികൾ ചേർന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഗന്ദകി എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? തൃശൂൽ ഗംഗ, കാളി ഗന്ദകി എന്നീ രണ്ട് അരുവികൾ ചേർന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഗന്ദകി. തെക്കൻ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്നു. അപ്പൊ നാരായണി എന്നറിയപ്പെടുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് ഗന്ദകിയാണ്. ഗന്ദകി നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്ന പ്രദേശമാണ് ബീഹാറിലെ ചമ്പാരൻ. അപ്പൊ ഗന്ദകി നദി ഇന്ത്യയിൽ പ്രവേശിക്കുന്ന പ്രദേശം ചമ്പാരനാണ്. ചമ്പാരൻ. ഗന്ദകി നദി ഗംഗയുമായി ചേരുന്നത് സോൺപൂരിൽ വെച്ചിട്ടാണ്. സോൺപൂര് പാട്നയാണ്. ഗന്ദകി നദി ഗംഗയുമായി ചേരുന്ന സ്ഥലം സോൺപൂരാണ്, പാട്ന. ഇന്ത്യയിൽ ഗന്ദകി നദിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ് വാൽമീകി ദേശീയ ഉദ്യാനം, ബീഹാറില്. ഇന്ത്യയിൽ ഗന്ദകി നദിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതെന്ന് ചോദിച്ചാൽ അത് വാൽമീകി ദേശീയോദ്യാനമാണ്, ബീഹാർ. നദിക്ക് കുറുകെയുള്ള ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ പാലമാണ് പാട്നയ്ക്ക് ഗംഗാ നദിക്ക് കുറുകെ മഹാത്മാഗാന്ധി സേതു പാലം 5570 മീറ്റർ. അത് പറഞ്ഞിരുന്നു. മഹാത്മാഗാന്ധി സേതു പാലം. അടുത്തത് ഹൂഗ്ലി. ഫറാക്ക ബാരേജിന് ശേഷം രൂപപ്പെടുന്ന ഗംഗയുടെ കൈവഴികളാണ് ഭഗീരഥി, ഹൂഗ്ലി, പിന്നൊന്ന് പത്മ. ഫറാക്ക ബാരേജിന് ശേഷം രൂപപ്പെടുന്ന ഗംഗയുടെ കൈവഴികൾ ഒന്ന് ഹൂഗ്ലിയും പിന്നൊന്ന് പത്മയാണ്. അത് ഭഗീരഥി കൂട്ടി അങ്ങ് പറയുന്നതെന്നുള്ളതേ ഉള്ളൂ. പത്മ എന്നത് ഗംഗയുടെ ബംഗ്ലാദേശിലെ പേരാണ്. പത്മ എന്നത് ഗംഗയുടെ ബംഗ്ലാദേശിലെ പേരാണ്. ഫറാക്ക ബാരേജ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഗംഗാ നദിയിലെ ജലം ഭഗീരഥി, ഹൂഗ്ലി നദിയിലേക്ക് മാറ്റി ഒഴുക്കി വിടാനാണ് ഫറാക്ക ബാരേജ് നിർമ്മിച്ചത്. അപ്പൊ ഫറാക്ക ബാരേജ് നിർമ്മിച്ചത് എന്തിനാണ്? ഗംഗാ നദിയിലെ ജലം ഭഗീരഥി, ഹൂഗ്ലി നദിയിലേക്ക് മാറ്റി ഒഴുക്കി വിടാനാണ് ഫറാക്ക ബാരേജ് നിർമ്മിച്ചത്. 1853 ആർത്തർ കോട്ടനാണ് ഈ ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. പശ്ചിമ ബംഗാളിലൂടെ തെക്കോട്ടൊഴുകുന്ന ഗംഗയുടെ കൈവഴിയാണ് ഭഗീരഥി, ഹൂഗ്ലി എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളിലൂടെ തെക്കോട്ടൊഴുകുന്ന ഗംഗയുടെ കൈവഴിയാണ് ഹൂഗ്ലി. കൈവഴി ആണ് ഹൂഗ്ലി. ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന ഗംഗയുടെ ഒരു കൈവഴിയാണ് പത്മ. അപ്പൊ ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നത് ഗംഗയുടെ ഒരു കൈവഴി പത്മയും ഇന്ത്യയിലൂടെ തന്നെ ഒഴുകുന്നതാണ് ഏത്? ഹൂഗ്ലിയും. ബംഗാളിൽ വെച്ച് ഭഗീരഥി, ഹൂഗ്ലി നദിയിലേക്ക് ചേരുന്ന ഒരു പ്രധാന നദിയാണ് ജലാങ് നദി. ബംഗാളിൽ വെച്ച് ഭഗീരഥി, ഹൂഗ്ലി നദിയിലേക്ക് ചേരുന്ന ഒരു പ്രധാന നദിയാണ് ജലാങ് നദി. ഇന്ത്യയിലെ ആദ്യ അന്തർജലീന റെയിൽ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് ഹൂഗ്ലിയിലാണ്. ഹൂഗ്ലി, അതായത് അണ്ടർ വാട്ടർ റെയിൽ ടണൽ നിർമ്മിച്ചിരിക്കുന്നത് ഹൂഗ്ലിയിലാണ്. കൊൽക്കത്തയാണ് സ്ഥലം. ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ. നമ്മൾ പറഞ്ഞിരുന്നു ഹൂഗ്ലിയുടെ പ്രധാന പോഷക നദിയാണ് ദാമോദർ. വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, ഹൗറ എന്നീ പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിക്ക് കുറുകെയാണ്? ഹൂഗ്ലി നദിക്ക് കുറുകെയാണ്. ഹൂഗ്ലി നദിക്ക് കുറുകെ. വിദ്യാസാഗർ സേതു, വിവേകാനന്ദ സേതു, ഹൗറ എന്നിവ നിർമ്മിച്ചിരിക്കുന്നത് ഹൂഗ്ലി നദിക്ക് കുറുകെയാണ്. കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദിയുടെ തീരത്താണ്. കൊൽക്കത്ത സ്ഥിതി ചെയ്യുന്ന ഹൂഗ്ലിയുടെ തീരത്താണ്. ഇന്ത്യയിലെ വേലിയേറ്റ നദിക്ക് ഉദാഹരണമാണ് ഹൂഗ്ലി. ഇപ്പൊ വേലിയേറ്റം നടക്കുന്ന ഒരു നദിയാണ് ഹൂഗ്ലി. നാഷണൽ വാട്ടർവേ 1 അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലിയിലാണ്. ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി. നാഷണൽ വാട്ടർവേ 1 സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി, ഗംഗയിലാണ്. അത് ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി അങ്ങനെയാണ് വരുന്നത്. അത് അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ് വാട്ടർവേ 1 വരുന്നത്. ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി ഹൂഗ്ലി എന്ന ആർട്ടിക്കിൾ എഴുതിയത് റുഡ്യാർഡ് ക്ലിപ്പിംഗ് ആണ്. ഓൺ ദി ബാങ്ക്സ് ഓഫ് ദി ഹൂഗ്ലി എന്ന ആർട്ടിക്കിൾ എഴുതിയത് റുഡ്യാർഡ് ക്ലിപ്പിംഗ് ആണ്. അടുത്തത് സരസ്വതി. ഹിമാചൽ പ്രദേശിൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വതനിരകളിൽ നിന്നും ഉത്ഭവിച്ച് തെക്കോട്ടും തുടർന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ രാജസ്ഥാനിലൂടെയും ഒഴുകിയിരുന്ന നദിയാണ് സരസ്വതി എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ്? ഹിമാചൽ പ്രദേശിൽ ഉൾപ്പെടുന്ന ഹിമാലയ പർവ്വത നിരകളിൽ നിന്നും ഉത്ഭവിച്ച് തെക്കോട്ടും തുടർന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിൽ രാജസ്ഥാനിലൂടെ ഒഴുകിയിരുന്ന നദിയാണ് സരസ്വതി. ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയയുടെ ഫലമായി ഈ നദി അപ്രത്യക്ഷമായി. ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെ നടത്തിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സരസ്വതി നദി ഇന്നും ഭൂമിക്ക് അടിയിലൂടെ ഒഴുകുന്നുവെന്നാണ്. വേദകാലഘട്ടത്തിൽ ഒഴുകിയിരുന്ന സരസ്വതി നദിയുടെ പോഷക നദികളാണ് സത്ലജ്, യമുന, ദൃക്ഷാവതി എന്നിവ. വേദകാലഘട്ടത്തിൽ ഒഴുകിയിരുന്ന സരസ്വതി നദിയുടെ പോഷക നദികളാണ്
സത്ലജ്, യമുന, ദൃക്ഷാവതി എന്നിവ. പുരാണ കഥകളിൽ പരാമർശിക്കുന്ന സരസ്വതി നദി യഥാർത്ഥമാണെന്ന് സമർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ച കമ്മിറ്റിയാണ് KS വാൾഡിയ. സരസ്വതി നദിയുടെ പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കരാറിൽ ഏർപ്പെട്ട സംസ്ഥാനങ്ങൾ ഹരിയാന, ഹിമാചൽ പ്രദേശ്. നദിയെ പുനരുജ്ജീവിപ്പിക്കാനായി വെള്ളം എത്തിക്കുന്നതിനായി നിർമ്മിക്കുന്ന അണക്കെട്ടാണ് ആദിബദ്രി അണക്കെട്ട്. അപ്പൊ സരസ്വതി നദിയെ പുനരുജ്ജീവിപ്പിക്കാനായി വെള്ളം എത്തിക്കുന്നതിനായി നിർമ്മിക്കുന്ന അണക്കെട്ട് ഏതെന്ന് ചോദിച്ചാൽ അത് ആദിബദ്രി അണക്കെട്ടാണ്. മഴക്കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യൻ നദിയാണ് ഘാഗർ ഹാക്ര. ശാസ്ത്രജ്ഞർ സരസ്വതി നദിയുടെ ഇപ്പോഴത്തെ ശേഷിപ്പ് എന്ന് കരുതുന്ന നദീ സഞ്ചയമാണ് ഘാഗർ ഹാക്ര. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായ കാലിബംഗൻ നഗരം സ്ഥിതി ചെയ്യുന്നത് ഘാഗറിന്റെ തീരത്തായിരുന്നു. സിന്ധു നദീതട സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായ കാലിബംഗൻ സ്ഥിതി ചെയ്യുന്നത് ഘാഗർ നദിയുടെ തീരത്താണ്. ഇനി ഡാമുകൾ നോക്കാം. ഡാമുകൾ ഏതൊക്കെ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കാം. ഭക്രാനങ്കൽ സത്ലജ്, ദുൽഹസ്തി ചിനാബ്, റാണ പ്രതാപ് സാഗർ ചമ്പൽ, ഗാന്ധി സാഗർ ചമ്പലാണ്. സാഗർ കൂട്ടിയുള്ളത് രണ്ടും ചമ്പലിലാണ്. മഹാറാണ പ്രതാപ് ബിയാസ്, ദാമോദർ വാലി ഹിരാക്കുഡ് മഹാനദിയിലാണ്. റിഹാന്തിൽ തന്നെയാണ്. തുംഗഭദ്ര തന്നെയാണ്. നാഗാർജുന സാഗർ കൃഷ്ണയിലാണ്. അർജുനനും കൃഷ്ണനും അങ്ങനെ ഓർത്താൽ മതി. നാഗാർജുന സാഗർ കൃഷ്ണ നദിയിലാണ്. തെഹിരി ഭഗീരഥി കോസിയിൽ തന്നെയാണ്. അപ്പൊ അത്രയാണ് ഗംഗാ നദിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ.